ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെ ഓർക്കാൻ മറന്നുപോയാൽ, കാരണം എത്ര തഖ്വയുണ്ടെങ്കിലും ചിലപ്പോൾ ചില തെറ്റുകളിലേക്ക് മനുഷ്യൻ ടെംപ്റ്റഡ് ആയി പോകും. തെറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് തൗബ ചെയ്ത് പിന്മാറിയ വിഷയമാണ്. അല്ലാഹു ഞാനിത് ചെയ്യൂല റബ്ബേ എന്നൊക്കെ പറഞ്ഞ വിഷയമാണ്. എന്നാൽ തന്നെയും ചില സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ ഒരു മനുഷ്യൻ തെറ്റിലേക്ക് പോയേക്കും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അതിന്റെ വിഷയം ഇബ്ലീസ് നിരാശപ്പെടുത്തുന്നതാണ്. അല്ലാഹു തആല പറയാം, വദ്കുർ റബ്ബക ഇദാ നസീത. അങ്ങനെ റബ്ബിനെ ഓർക്കാൻ മറന്നുപോയാൽ ഉടൻ അല്ലാഹുവിനെ ഓർക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന അങ്ങനെയാണ്. അല്ലാഹു നീ പുറത്തു തരണമേ എന്ന് പറയുന്ന അങ്ങനെയാണ്. പിശാചിന്റെ എന്നറിയോ, നിരാശ വരുത്തും. ഇപ്പൊ വലിയ ആളായി നടന്നിട്ടേ ഈ തെറ്റൊക്കെ ചെയ്തില്ലേ, ഇനിയിപ്പോ നീ വലിയ ആളായിട്ട് കാര്യമില്ല, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല, നീ തെറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ഇനി നിർത്തിക്കള, നീ പഴയ പോലെ തന്നെ ജീവിച്ചാൽ മതി, നിന്നെ കൊണ്ടതാവില്ല എന്ന രീതിയിൽ നിരാശ മനുഷ്യന്റെ ഖൽബിലേക്ക് കൊണ്ടുവരും പിശാച്. അതാണ് നമ്മൾ ഏത് തെറ്റ് സംഭവിച്ചാലും ഉടനെ വദ്കുർ റബ്ബക, അല്ലാഹുവിനെ ഓർക്കുക. പടച്ചവനെ തെറ്റുപറ്റിപ്പോയി റബ്ബേ, അല്ലാഹുവേ പറ്റിപ്പോയി റബ്ബേ, അതിന്റെ ഗൗരവം ഞാൻ അത്രക്കങ്ങ് ചിന്തിച്ചില്ലല്ലോ പടച്ചവനെ, അല്ലാഹു നീ പുറത്തുതാ. അങ്ങനെ പറയുമ്പോ പിശാചിനൊരു നിരാശ വരുമെന്നാണ്. അതുകൊണ്ടാ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, കാന ഫീ മൻ കാന ഖബ്ലകും റജുലുൻ ഖതല 99 നഫ്സാ. ഇത് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വഹീഹിലുണ്ട്, ബുഖാരിയിലോ മുസ്ലിമിലോ വന്ന ഒരു ഹദീസാണിത്. കാന ഫീ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളിൽ ഒരാൾ ഖതല 99 നഫ്സൻ, 99 നഫ്സുകളെ കൊന്നുകളഞ്ഞ ആളുണ്ടായിരുന്നു. 99 ആളുകളെ കൊന്നു. ഫസഅല അൻ ആലമി അഹ്ലിൽ അർദ്, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും വലിയ ആലിം ആരാണെന്ന് ചോദിച്ചു. അയാൾ പന്നത്ര ഗുണ്ടായിരിക്കും എന്നറിയാം. ഇപ്പൊ 99 ആളൊക്കെ കൊന്നിട്ട് നടക്കണമെങ്കിൽ ആർക്കും അയാളെ റിവെഞ്ചായിട്ട് വധിക്കാനോ ഒന്നും പറ്റാത്ത ഒരു പിടികിട്ടാ പുള്ളി എന്നൊക്കെ പറയാം. ആരാ ഇവിടുത്തെ വലിയ ആലിമെന്ന് ചോദിച്ചു. ഫദുല്ല അലാ റാഹിബിൻ, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഒരു പുരോഹിതനെ കാണിച്ചു കൊടുത്തു. ഇത് ഇസ്രായേൽ സന്തതികളിൽ നമ്മുടെ നബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പൊ ഏതോ ഒരു വലിയ ആലിം, ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ കേട്ട സംഭവമായിരിക്കും ഇത്. ഫഅതാഹു, അയാളുടെ അരികത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഖതല 99 നഫ്സൻ ഫഹൽ ലഹു മിൻ തൗബ, 99 ആളെ കൊന്നിരിക്കുകയാണ്, ഇനി തൗബയുണ്ടോ, പശ്ചാത്താപമുണ്ടോ? അല്ലാഹു ഞാൻ ചെയ്തതൊക്കെ എനിക്ക് മാപ്പ് തരുമോ, പൊരുത്തപ്പെട്ടു തരുമോ? ഞാൻ പറഞ്ഞു, ലാ, നിനക്കെന്ത് തൗബ? ഇത് പറഞ്ഞപ്പോ ഫഖതലഹു, ആ മൂലേരും പിടിച്ചു കൊന്നു. സുബ്ഹാനല്ലാഹ്. 99 ഇപ്പൊ എത്രയായി? റൗണ്ട് ഫിഗറായി, 100ആയി. ഫകമ്മല ബിഹി 100, 100. ഇത് വളരെ സ്വഹീഹായ, വളരെ ഒഥന്റിക്കായ ഹദീസാണ്. 100 ആളെ കൊന്നു. എന്നിട്ട് ചോദിച്ചു, അൻ അലമി അഹ്ലിൽ അർദ്, വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ദുനിയാവിൽ എന്ന് ചോദിച്ചു. ഫദുല്ല അലാ റജുലിൻ ആലിമിൻ, ഇൽമുള്ള ഒരാളെ അറിയിച്ചു കൊടുത്തു, ആലിമിനെ അറിയിച്ചു കൊടുത്തു. കുറെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളും ഇൽമുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. ഇബാദത്തും പടച്ചവനെ പേടിയും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് ഇൽമോട് കൂടെയാകുമ്പോഴാണ് അത് പൂർത്തിയാവുന്നത്. അപ്പോഴാണ് തെറ്റും ശരിയും മനസ്സിലാവുള്ളൂ. ഭക്തി, ഒരുപാട് ഭക്തി, അതൊക്കെ നേടിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇൽമോട് കൂടെയുള്ള ഭക്തിയാ വേണ്ടത്, ഇൽമിന്റെ കൂടെ ഉണ്ടാകുന്ന ഭക്തി. അപ്പോ മറ്റേ ആൾക്ക് ഇൽമില്ലായിരുന്നു, ആബിദായിരുന്നു, ഇബാദത്തുണ്ട് പക്ഷെ ഇൽമില്ലായിരുന്നു, അയാളെയും കൊന്നു, 100 ആക്കി. ആരാ ആലിമെന്ന് ചോദിച്ചു. എന്നിട്ടൊരു ആലിമിനെ അറിയിച്ചു കൊടുത്തപ്പോൾ അയാളോട് ചെന്ന് ചോദിച്ചു, 100 ആളെ കൊന്നു വന്നിരിക്കുകയാണ്, എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? ആലിമിന്റെ മറുപടി, നഅം, എന്തുകൊണ്ട് അല്ലാഹു സ്വീകരിക്കില്ല? വമൻ യഹൂലു ബൈനഹു വബൈന തൗബ, നിന്റെയും പശ്ചാത്താപത്തിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ആരാണ് നിനക്ക് മറയായി നിൽക്കുന്നത്? നിനക്ക് പശ്ചാത്തപിക്കാമല്ലോ, തൗബ ചെയ്ത് മടങ്ങ്, നന്നായിട്ട് വാ. ഇത് ഭയങ്കര നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ തരുന്നൊരു ഹദീസാണ്. ചിലപ്പോഴൊക്കെ ചിലരെങ്കിലും വളരെ പെസിമിസ്റ്റായിട്ടേ, ഞാൻ കുറേ കുരുത്തക്കേടൊക്കെ കളിച്ചിട്ട് ഇനി എനിക്കിപ്പോൾ അള്ളാഹു പുറത്തു തരുമോ, ഞാനിപ്പോൾ ഞാൻ നന്നായിട്ട് കാര്യമുണ്ടോ, ഞാനിപ്പോൾ നാട്ടിലൊരു കള്ളനായിട്ട് അറിയപ്പെട്ടപ്പോഴായി വിസിറ്റ് എടുത്ത് കയറി പോകുന്നത്, ഇനിയിപ്പോൾ ഞാൻ ചെന്നിട്ട് പോരിന്ന പഴയ കള്ളൻ തന്നെയല്ലേ പറയാം. അങ്ങനെയൊക്കെ പല ചിന്തകളും വസ്വാസുകൾ വരും. ഇനിയിപ്പോൾ എങ്ങനെ എനിക്ക് നന്നാവാൻ പറ്റൂ? ഞാൻ നന്നായി തന്നെ ഇപ്പോൾ ജനങ്ങൾ അംഗീകരിക്കും. ജനങ്ങൾ അംഗീകരിക്കണ ആ ഭാഗങ്ങൾ വിടി, ഓല അംഗീകരിക്കട്ടെ, ഇല്ലായിരിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കോ? സ്വീകരിക്കും. 100 ആളെ കൊന്നില്ലേ? നമ്മൾ 100 ആളെ കൊന്നിട്ടും 100 ആളെ കൊന്നവരും കൂടെ ഇരിക്കണമെന്നില്ലല്ലോ.
അതുകൊണ്ടാണ് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാളങ്ങനെ ചോദിച്ചുവല്ലോ, അലി എന്നവരെ എത്ര തവണയാണ് നമ്മൾ തൗബ ചെയ്യുക? തൗബ ചെയ്ത് നമ്മൾ അതന്നെ പിന്നെയും ചെയ്യുന്നു, ആ തെറ്റ് തന്നെ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നു. അപ്പോൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ നീ തൗബ ചെയ്യ്. അതേ തെറ്റ് പിന്നെ ഞാൻ ആവർത്തിച്ചാലോ വീണ്ടും തൗബ ചെയ്യ്, വീണ്ടും ആവർത്തിച്ചാലോ വീണ്ടും തൗബ ചെയ്യ്. എത്ര തവണ? ഹത്താ യകൂന ശൈത്വാൻ ഹുവൽ മഹ്സൂർ. പിശാചിന് തോന്നണം ഇവനെ പഴപ്പിച്ചിട്ട് കാര്യമില്ല, ഇവൻ എന്തായാലും തൗബ ചെയ്ത് മടങ്ങും എന്ന്. പിശാച് നിരാശനായി പോവണം. നിന്നെ നിരാശനാക്കാനാ പിശാച് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് വദ്കുർ റബ്ബക ഇദാ നസീത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയമാണ്. പെട്ടെന്ന് തോന്നുന്നു ഞാനിപ്പോ പറ്റ മോശമായി പോയല്ലോ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി സ്വീകരിക്കില്ല എന്നൊക്കെ വിവരമുണ്ടായതിന്റെ ശേഷവും തെറ്റ് സംഭവിക്കുമ്പോൾ പിശാച് ഖുനൂത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ വരുത്തുന്ന തോന്നലുകൾ ഖൽബിലേക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കുക. മറന്നുപോയാൽ അള്ളാഹുവിനെ ഓർക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. വദ്കുർ റബ്ബക ഇദാ നസീത് വഖുൽ അസാ അൻ യഹ്ദീനി റബ്ബി ലിഅഖ്റബ മിൻ ഹാദാ റഷദ. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക, എന്ത് കുരുത്തക്കേട് ചെയ്താലും ഈ 100 ആളെ കൊന്ന അത്രയൊന്നും ആയിട്ടില്ലല്ലോ, എന്തെല്ലാം തിന്മകൾ സംഭവിച്ചു പോയാലും അള്ളാഹുവെ 100 ആളെന്ന് ഞാൻ കൊന്നിട്ടില്ലല്ലോ റബ്ബേ, ഈ 100 ആൾക്ക് കൊന്ന ആൾക്ക് പുറത്തു കൊടുത്തിട്ടില്ലേ, എനിക്കും പുറത്തുതാ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കും. അള്ളാഹു പുറത്തു തരും. നന്നാവാനുള്ള വഴി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തന്നെ പോകലാണ്. അള്ളാഹിനെ പേടിച്ച അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെ പോവാണ്ടത്. തൗബുണ്ടോ? എന്തേ തൗബയില്ലാത്തത്? ആർക്കാ തൗബയില്ലാത്തത്? എല്ലാവർക്കും തൗബുണ്ടല്ലോ. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ. ഇത് പറഞ്ഞിട്ട് ആ ആലിം പറഞ്ഞു കൊടുത്തൊരു കാര്യം നോക്കണം. ഇൻതുലിഖ ഇലാ അർളി കദാ വകദാ. ഒരു നാടിന്റെ പേര് പറഞ്ഞു കൊടുത്തു. നീ ഇവിടെ നിൽക്കണ്ട, നിന്റെ നാട്ടിൽ നിൽക്കണ്ട, ഇന്ന ഒരു സ്ഥലം, അവിടെ പോയിക്കോ. ഫഇന്ന ബിഹാ ഉനാസൻ യഅബ്ദൂനല്ലാഹ ഫഅബ്ദില്ലാഹ മഅഹും. അവിടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ചില ആളുകളുണ്ട്, അല്ലാഹുവിനെ അനുസരിക്കുന്ന ജനങ്ങളാണ്. അവിടെ പോയി ജീവിക്ക്, അവരോട് കൂടെ ജീവിക്ക്. ഫഅബ്ദില്ലാഹ മഅഹും. അല്ലാഹുവിനെ അവരോടുകൂടെ നീ അല്ലാഹുവിനെ ചെന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യ്. വലാ തർജി ഇലാ അർദിക. നിന്റെ നാട്ടിലേക്ക് നീ തിരിച്ചു വരണ്ട. ഫഇന്നഹാ അർളു സൂഇൻ. അത് തിന്മയുടെ നാടാണ് എന്ന് ആ ആലിം അയാൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ചിലപ്പോ സാഹചര്യങ്ങൾ മാറിയാൽ ആളുകൾ നന്നാവും, ചില പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിച്ചാൽ നന്നാവും, ചില കൂട്ടുകെട്ടിൽ നിന്ന് മാറിയാൽ ആൾ നല്ല ആളായിട്ട് വരും. അപ്പൊ തിന്മയുടെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ അടിയന്തരമായും അത് ചിലപ്പോൾ ഒരു ജോലി സാഹചര്യമായിരിക്കും. ചിലർ അങ്ങനെയൊക്കെ പറയും. എത്രയോ നമ്മുടെ അബുദാബിയിലൊക്കെ ഹൗസ് ഡ്രൈവർമാർ, വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവര്, ഒരു ക്ലാസ്സിലൊന്നും വരാൻ പറ്റാത്തവര്, കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ പറയുന്നവരൊക്കെ പറയും, ഒരുപാട് തിന്മയ്ക്ക് സാധ്യതയുള്ള ഒരു ജോലിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ദ്വാരക്കണം, ഭയങ്കര വിഷമാണ്, എല്ലാ തിന്മകൾക്കും സാധ്യതയുണ്ട്, അത്രയും തിന്മകളാൽ ചുറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. എങ്ങാനും ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്ന്, വേഗം ജോലി മാറാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നന്മ ചെയ്യുന്ന നാട്ടിൽ, നന്മ സജ്ജനങ്ങളുള്ള നാട്ടിലേക്ക് മാറി താമസിക്കുക, അത്തരം ജോലിയിലേക്ക് മാറുക. അതാണ് ഇതിന് പരിഹാരം. ഇബ്ലീസ് എപ്പോഴാണ് തലയിലേക്ക് കയറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, എപ്പോഴാണ് തിന്മയെ സംബന്ധിച്ച് സൂചിപ്പിക്കുക. എത്രയോ നല്ല പെണ്ണുങ്ങൾ, എത്രയോ നല്ല പെണ്ണുങ്ങൾ, പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നടത്തുന്ന ആളുകളുണ്ട്, പെണ്ണുങ്ങൾ തന്നെ നടത്തുന്നതെന്ന് പറഞ്ഞു. ഇതിലൊക്കെ ഓരോ കേസുകൾ ഇങ്ങനെ പറയാ. സുബ്ഹാനല്ലാഹ്, നല്ല നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും വൈകാരികമായ രീതിയിലൊക്കെ ഉള്ള ടെക്സ്റ്റുകളൊക്കെ അതിൻ്റെ അഡ്മിന്മാർക്കോ അല്ലാത്തവർക്കോ ഒക്കെ ഒരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്താ പിന്നെ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരു വൈകാരികമായൊരു വിഷയം വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള ഈമാനൊന്നും ഇല്ലാന്നോ? പിന്നെ എന്താ അതുകൊണ്ട് കാര്യം? അപ്പോ പിശാച് തലയിലേക്ക് കയറുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സജ്ജനങ്ങളുടെ കൂടെ നിൽക്കിൻ, നന്മ പറഞ്ഞു തരുന്നവരുടെ കൂടെ, നന്മ അവരെ കണ്ടാൽ ഓർമ്മ വരും അങ്ങനത്തെവരോടുകൂടെ. സാഹചര്യങ്ങൾ വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ നബി തങ്ങൾ പറയുന്നത്, ആ ആലിം പറഞ്ഞു കൊടുത്ത വിഷയം അതാണ്. നിനക്ക് തൗബുണ്ട്, തൗബ ചെയ്ത് മടങ്ങിക്കോ, നീ നിന്റെ നാട്ടിലേക്ക് പോവണ്ട, നീ നിന്റെ ആ ഒരു പഴയ സ്ഥലത്തേക്ക് പോവണ്ട. അത് ഫഇന്നഹാ അർളു സൂഇൻ, അത് തിന്മയുടെ നാടാണ്, നീ നന്മ ചെയ്യുന്ന നാട്ടിലേക്ക് പോയിക്കോ, അവിടെയാണ് നിന്റെ ദീനിന് സുരക്ഷിതത്വം കിട്ടുന്നത്, അവിടെയാണ് എന്ന് പറഞ്ഞു ആ മനുഷ്യനെ പറഞ്ഞയച്ചു എന്ന്. ആ പോകുന്ന പോക്കിൽ അയാൾ മരിക്കുന്നത് വലിയ അത്ഭുതമാണ്. ആ ഹദീസിന്റെ ബാക്കി നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ?
വഴിയിൽ വെച്ച് മരിച്ചു. അങ്ങനെ മലായികത്തുൽ അദാബും മലായികത്തുർ റഹ്മയും വന്നു. റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും വന്നു. ഞങ്ങളാ കൊണ്ടുപോകുന്നത് ജനാസ, ഞങ്ങളാ കൊണ്ടുപോകുന്നത്. മലായികത്തുൽ അദാബ് പറഞ്ഞു, തിന്മ മാത്രം ചെയ്തൊരു മനുഷ്യനാണ്, ഈ മനുഷ്യൻ ഒരു നന്മ ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ, തൗബ ചെയ്യാനൊക്കെ പോവാണ്, പക്ഷേ ഒന്നുമായില്ലല്ലോ, ഞങ്ങൾ കൊണ്ടുപോവുക. മറ്റൊരു പറഞ്ഞു, ഈ മനുഷ്യൻ പശ്ചാത്തപിക്കാനുള്ള മനസ്സുമായി വന്ന ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു. അതിനിടക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മീഡിയേറ്ററായി വന്നുകൊണ്ട് പറഞ്ഞു, ആൾ പോകുന്ന വഴിയിലല്ലേ, പഴയ നാട്ടിലേക്കും പുതിയ നാട്ടിലേക്കും എത്ര ദൂരമുണ്ട് എന്ന് നോക്കിൻ. എങ്ങോട്ടാണ് അവൻ ക്ലോസ് ആയത്? അപ്പൊ നല്ല പുതിയ നാട്ടിലേക്ക് അവൻ പോവുകയാണ്. അങ്ങനെ അവിടേക്കാണ് അടുപ്പമെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയിക്കോട്ടെ, പഴയ നാട്ടിലേക്കാണ് ദൂരം കുറവെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ. ഫഖാസു, അവർ അളന്നു നോക്കുമ്പോൾ അദ്ദേഹം ആ പുതിയ നാട്ടിലേക്ക്, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പോകുന്ന നാട്ടിലേക്കായിരുന്നു അടുത്തിരുന്നത്. ഫഹമലഹു മലായികത്തുർ റഹ്മ, കരുണയുടെ മലക്കുകളാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു. ഫഹുവ നാജിൻ, അള്ളാഹു സ്വീകരിച്ചിരിക്കണം, അതാണ് അതിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.